സലു പ്ലസിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. അപ്പം നമ്മളുടെ ദുബായ് ട്രിപ്പ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ സലു പ്ലസിൽ വന്നാൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാവോ? ഇന്ന് നമ്മൾ പോകുന്നത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മിസലിനിയസ് ഡെസേർട്ട് പുഡിംഗ്. അതിന് അവർ പറഞ്ഞിരിക്കുന്നത് എന്തോ 1500 കിലോ വരുന്ന ഒരു പുഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നമ്മളെ ഡബിൾ ഡക്കർ, ഇതൊരു നല്ല കാഴ്ചയാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇതിൽ 1-2 ഡബിൾ ഡക്കറെ ഇപ്പൊ അവൈലബിൾ ഉള്ളൂ തോന്നുന്നല്ലേ? എത്രണ്ണുണ്ട്? 2 മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഒരെണ്ണം ഇവിടെ ഓടുന്നു, ഒരെണ്ണം കൊച്ചിയിൽ അങ്ങോട്ട് എവിടെയാണ് ഓടുന്നത്. അതെ. പിന്നെ ഇതിന്റെ ഷൂട്ടിംഗ് നീ എന്താ പറഞ്ഞത്? ഇത് പിന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തേക്ക് ഫുൾ ഷൂട്ടിങ്ങിനൊക്കെ. ഇപ്പൊ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഇതവർ കൊടുക്കും. പക്ഷെ ഒരു ദിവസത്തേക്ക് എന്തോ ഫുൾ ബുക്ക് ചെയ്യണം, എന്തൊക്കെയോ പെർമിഷൻ മേടിക്കണം. ഇത് ശംഖുവത്ത് പോണ ബസ്സാണ് ഈ റൂട്ട്. ഇവിടെ ആ ഒറ്റ റൂട്ടാണ് ഇത് ഓടുന്ന ബസ്, കിഴക്കേക്കോട്ട ശംഖുവത്ത്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ആ കേക്ക്. കണ്ടോ? ഇത് കണ്ടോ? ഒരു വലിയൊരു സിറ്റി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്ത് ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കുന്നതിനെതിരെ ഉള്ള ഒരു അവയർനെസ് ആണ് ഈ കേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം എഡിബിൾ ആണ് കേട്ടോ. കണ്ടോ? ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് സ്ലൈസിൻ്റെ ക്രംസ് ഉണ്ടല്ലോ, സൈഡിലെ ക്രംസ്. പിന്നെ അത് കൂടാതെ ഇപ്പം വലിയ പാർട്ടീസൊക്കെ നടക്കുമ്പോൾ ബാക്കി ഡെസേർട്ട്സൊക്കെ ബാക്കി വരും. അപ്പോൾ ഇതിനെല്ലാം അവർ സയൻറ്റിഫിക്കലി ആൻഡ് ഹൈജീനിക്കലി അവർ സ്റ്റോർ ചെയ്തിട്ട് അതിനെയാണ് അവരിപ്പോൾ പ്രോസസ്സ് ചെയ്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഹൈജീൻ്റെ പല ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എഡിബിളാണ്. ഇപ്പം നിങ്ങൾ അറിയും ഇതിൽ വേസ്റ്റ് ഫുഡല്ലേ, പക്ഷേ വേസ്റ്റ് അല്ല, ഇതെല്ലാം എഡിബിളായിട്ടുള്ള ഫുഡാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ട് അതാണ് ഇവിടെ ഇപ്പം ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഹങ്കറിനെതിരെയുള്ളൊരു അവയർനെസ് ആയിട്ടാണ് അവർ ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത്.
ഇവരെല്ലാവരും 2 തവണയാണ് കേരളത്തിൽ വരുന്നത്. ഭയങ്കര ഇഷ്ടമായി. ഇവരൊക്കെ യുക്രൈനിൽ നിന്ന് വന്നവരാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്കിത് അടിച്ച ചായ കിട്ടാണ്. കണ്ടോ, ഇപ്പൊ ഈ ചായ അടിക്കുന്നു ഇക്കോളൂ. നമ്മൾ അടിച്ച ചായ തിരക്കി നടക്കുമ്പോൾ എവിടെ പോയാലും ഇപ്പം അടിച്ച ചായ കാണുന്നത്. മുമ്പൊരു കാലത്ത് അടിച്ച ചായ കാണാനേ ഇല്ലായിരുന്നു. ട്രെൻഡ് മാറി, എല്ലാവരും സലൂ പ്ലസ് കാണുന്നുണ്ടെന്ന്. എല്ലാവരും ഇതിപ്പോൾ ഇഷ്ടപ്പെടും അടിച്ച ചായ. ഇവിടെ കപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ ഗ്ലാസ്സിൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അടിപൊളി. അടിച്ച ചായക്ക് അടിച്ച ചായയുടെ ടേസ്റ്റ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ആർക്കാട്. ശരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംരംഭത്തിൽ എന്നെയും അവർ ഉൾപ്പെടുത്തി എന്നുള്ളത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കേക്ക്, ഇത് ശരിക്കും ഒരു അവയർനെസ് തരുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് നാട്ടിൽ ഇപ്പോൾ ആഹാരമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം അതിന് ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ കേക്കിൻ്റെ ഒരു സംരംഭം ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. കണ്ടോ, റെയറായിട്ടുള്ളത്. പഴകിയതായാലും അതിന് എന്തൊരു പൊലിമയാണെന്ന് നോക്കിയേ. എനിക്ക് ഭയങ്കര ലാഭമാണ്. ഏതെങ്കിലും ആക്രിക്കടയിൽ പോയിട്ട് പഴയ സാധനങ്ങൾ എടുത്ത് തുടച്ച്. അങ്ങനെ ആക്രിക്കടയിലൊന്നും ഇപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ കൊടുക്കണേ നല്ല തുട്ട് കൊടുക്കണം. ഹായ്, അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളുടെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇരിക്കുന്നു. ഞങ്ങള് ശാലു കിച്ചന്റെ വീട്ടിൽ അടുക്കള കാണാം. ശാലു ചേച്ചിക്ക് ഭയങ്കര എന്താ വിഷമമായിരുന്നു. ഞങ്ങള് അന്ന് നേരത്തെ പോയി, അതുകൊണ്ട് ശാലു ചേച്ചിയെ കാണാൻ വന്നിരിക്കുന്നു. അത് കറക്റ്റ് ആണ് കേട്ടോ. അന്ന് ഇവർക്ക് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തിരുന്നു. ഇവര് ധൃതിയിൽ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ ഇവര് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇന്ന് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് മൊത്തം തിരക്കായിരുന്നു. എന്നിട്ട് 3 മണിക്ക് ഓടി വന്നു. അന്ന് ഇനിയിപ്പം എന്തായാലും ഇന്ന് എൻ്റെ കൈ കൊണ്ടായിരിക്കില്ല ഭക്ഷണം. അതിന് ഞാൻ ഇവരെ എന്തായാലും ക്ഷണിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പുറത്തേക്ക് പോകും. പിന്നെ നിങ്ങളെ വിശേഷം, നിങ്ങൾ എപ്പോഴും അവിടെ നിന്ന് തിരിച്ചു? ഞങ്ങൾ ഉച്ചയ്ക്ക് 11 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇന്ന് ഡൽഹിക്കല്ല, ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോവാണ്. അപ്പൊ പുതിയൊരു വ്ളോഗ് പ്രതീക്ഷിക്കാം കേട്ടോ, ഗുജറാത്തിലേക്കുള്ള. ഇന്ന് വൈകിട്ട് ഇവിടുന്ന് 7 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന രാജധാനി എക്സ്പ്രസിലായിരുന്നു പോകേണ്ടിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ വളരെയധികം വൈകി. നാളെ രാവിലെ 3 മണിക്ക് പോകുള്ളൂ. ആ ട്രെയിൻ തന്നെയാണോ? ആ ട്രെയിൻ തന്നെയാണോ? 8 മണിക്കൂർ ലേറ്റ്. നമുക്ക് മറ്റൊരു അതിഥി കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നുണ്ട്. അതാരാന്ന് സർപ്രൈസ് ആയിക്കോട്ടെ. ആ ആളുകളെ വന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെവൽ അങ്ങോട്ട് മാറും. അപ്പൊ ഞാന് സുജിത്ത് പറഞ്ഞ സർപ്രൈസ് ആരാണെന്ന് കാണിച്ചു തരാം. ഹലോ, ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. ലൈക്ക് ചെയ്യണം. എല്ലാം ചെയ്യുന്നത്. എന്റെ ഇവിടെ സുജിയുണ്ട്, കാർത്തിക് സൂര്യയുണ്ട്, എല്ലാവരും ഇത് കാർത്തിക്കിന്റെ ഫ്രണ്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇത്രയും നേരം നിന്ന് അടിച്ചു പൊളിച്ചു ചിറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അന്നേരം ക്യാമറ ഓൺ ചെയ്ത് വെക്കാതിരുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പുറത്തേക്ക് പോകാനായിട്ട് പോവാണ്. എവിടാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ പുറത്തേക്ക് അപ്പൊ ഇത് കാണുമ്പോ എല്ലാവരും ചോദിക്കും ഞാൻ എന്നെ ഉണ്ടാക്കി തന്നൂന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. കഴിഞ്ഞ ആഴ്ച ദുബായി പോയപ്പോ കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇവര് വരുന്ന പ്രമാണിച്ച് എല്ലാം അന്ന് പെട്ടെന്ന് ഒതുക്കിയിട്ട് ഓടി എത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പുറത്തേക്ക് പോയിട്ട് ആഘോഷിക്കാന്ന് വിചാരിക്കണം. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബാക്കി ബൈ. ഓക്കെ. സൽമാൻ ഇന്നിപ്പോ
ഇപ്പൊ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് 8:30 സൽമാൻ ബസ്, 8 മണിക്ക് ബസ്. അപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സൽമാനെ ബസ് സ്റ്റാൻഡിലേക്ക് വിടും. സൽമാൻ ചെന്നൈയിലേക്ക് പോകും. എന്നിട്ട് ഇൻഷാല്ലാ നാളെ വരും അല്ലേ? നാളെ രാത്രി ചെന്നൈയിൽ നിന്ന് തിരിക്കും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ വിശേഷം. അപ്പൊ നമ്മള് ഇറങ്ങാണ് കേട്ടോ. ഈ സൈഡിലിരിക്കുന്ന എല്ലാം തൊപ്പിക്കാരാ. തിരിച്ചു കാണിച്ചു ചേച്ചി തൊപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇനിയിപ്പോൾ പോകാനുള്ള തിരക്കായി പോയി. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അപ്പൊ സൽമാനെ ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്ന് വിടണം. പിന്നെ അത് കഴിഞ്ഞ് സുജിത്തിനെയും ശ്വേതയും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. റിസ്വാൻ നമുക്കൊപ്പം വന്നില്ല കേട്ടോ. കാരണം റിസ്വാന് നാളെ എക്സാമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിനും റിസ്വാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സൽമാനതേ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടാണ്. സൽമാൻ ഇതാണ് ബസ് സ്റ്റാൻഡ്. സൽമാൻ പോകാനുള്ള ബസ്സാണ് അവിടെ റെഡിയായി നിൽക്കുന്നത്. വണ്ടിയിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഇനി എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് വരാൻ. ഇതിപ്പം സുജിത്തും ബിസി ആയിപ്പോയി, ഞാനും ബിസി ആയിപ്പോയി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെയും ഇനി ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? രണ്ട് മൊട്ടത്തലയന്മാര്. ഇത് എന്റെ മാമയുടെ മോനാണ്. മോനെ പേര് പറഞ്ഞോട്. ഇർഫാൻ. അവൻ നമ്മൾ വിളിക്കുന്ന എന്തോന്ന് പറഞ്ഞു കൊടുക്ക്. ചിക്കു. ഇവൻ മുട്ടയടിക്കുന്ന കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ ഒരാൾ മുട്ടയടിച്ചു. പക്ഷെ ചിക്കുവിന്റെ മുട്ടയെക്കാളും വലിയ മുട്ടയാണെന്ന് തോന്നുന്നത്. കണ്ടോ? മോൻ എന്തിനു പഠിക്കുന്നെന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ എങ്ങനെയുണ്ട് ഈ രണ്ട് മൊട്ടത്തലയന്മാര്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടോ? നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മുട്ട അടിച്ചിട്ട് ഫോട്ടോ എടുക്കാനാ റിസ്വാൻ പറയുന്നത്. ഇപ്പൊ വെളുപ്പിന് 1:45 ആയിരിക്കാണ്. അപ്പൊ ഈ ലഗേജ് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകണം നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇന്നലെ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വന്ന് നിസാർക്കക്ക് ഫിലിപ്പൈൻസിൽ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പം നിസാർക്ക് ഫിലിപ്പൈൻസിലേക്ക് പോവാണ് 3 ദിവസത്തേക്ക്. ഇൻഷാല്ലാ 1-ാം തീയതി അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട്. ശരിക്കും ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം കുറച്ച് പ്ലംബിങ്ങിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി ഇന്നലെയാണ് ആൾ വന്നിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വന്നത്. ഇന്നിനിയിപ്പം നിസാരിക്ക പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിയായി. കാരണം പണിക്കാരവിടെ ഉണ്ടാവും. ഇപ്പം നിസാരിക്ക ഇനിയിപ്പോൾ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് അധികം ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല.
പിന്നെ ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആകെ തിരക്കാവുമെന്ന് തോന്നുന്നു. നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നാട്ടിൽ.